ലോകരക്ഷകനായ യേശുനാഥൻ്റെ തിരുമരണത്തിൻ്റെയും തിരു ഉദ്ധാനത്തിൻ്റെയും ഓർമ്മയിൽ ഒരു വിശുദ്ധ വാരം കൂടി സമാഗതമായിരിക്കുകയാണ്. മാനവരാശിയുടെ പാപത്തിന് പരിഹാരമായി കാൽവരി മലമുകളിൽ ആത്മബലിയായി തീർന്ന യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളുടെ ഓർമ്മ ദിനമാണ് ദുഃഖവെള്ളി. വിശുദ്ധവാര ശുശ്രൂഷകളിലെ ആത്മീയ ഉണർവിൻ്റെ സജീവ സാക്ഷ്യമാണ് ദുഃഖവെള്ളി ദിനത്തിലെ ക്രൈസ്തവ ദേവാലയങ്ങൾ. മനുഷ്യരുടെ പാപവിമോചനത്തിനായി അവതരിച്ച ക്രിസ്തു അവരുടെ സകല പാപങ്ങളും സ്വയം ഏറ്റുവാങ്ങി കുറ്റാരോപിതനായി ഭാരമേറിയ മരക്കുരിശും വഹിച്ചുകൊണ്ട് കാൽവരി മലയിൽ ക്രൂശിതനായതിന്റെ ഓർമ്മദിനമാണ് ദുഃഖവെള്ളിയാഴ്ച. യേശുക്രിസ്തുവിന്റെ പീഡനാനുഭവങ്ങൾ അനുസ്മരിക്കുവാൻ ദുഃഖവെള്ളിയാഴ്ച രാവിലെ വിശ്വാസികൾ പ്രാർത്ഥനാനിരതരായി ദേവാലയത്തിലേക്കെത്തുന്നു. യേശുക്രിസ്തുവിന്റെ പീഡന അനുഭവങ്ങളുടെ ഓർമ്മ പുതുക്കുന്ന പരിഹാര പ്രദക്ഷിണം ദുഃഖവെള്ളിയാഴ്ചത്തെ പ്രധാന ചടങ്ങാണ്. മരക്കുരിശും വഹിച്ചുകൊണ്ടുള്ള കുരിശിന്റെ വഴി 14 സ്ഥലങ്ങളിലെത്തി പ്രത്യേക പ്രാർത്ഥന ചൊല്ലിയാണ് കടന്നുപോകുന്നത്. യേശുക്രിസ്തുവിന്റെ കാൽവരിയിലേക്കുള്ള യാത്രക്കിടയിലെ പ്രധാന സംഭവങ്ങൾ 14 സ്ഥലങ്ങളിലായി പ്രാർത്ഥനാപൂർവം അനുസ്മരിക്കുന്നു. കുറ്റമില്ലാതിരുന്നിട്ടും കുറ്റാരോപിതനായി വിധിക്കപ്പെട്ട ശിരസിൽ മുൾക്കിരീടവും തോളിൽ കുരിശും വഹിച്ച് പീലാത്തോസിന്റെ വിധിപ്രകാരം ജെറുസലേം പട്ടണത്തിന് പുറത്തുള്ള ഗാഗുൽത്താ മലയിൽ 2 കള്ളന്മാരുടെ മധ്യേ കുരിശിൽ തറച്ച് കൊല്ലപ്പെട്ട മിശിഹായുടെ പീഡനാനുഭവ സ്മരണകൾ അയവിറക്കിയാണ് ദുഃഖവെള്ളിയാഴ്ച ക്രൈസ്തവർ കുരിശിന്റെ വഴിയിലൂടെ മരക്കുരിശുകളും കൈകളിലേന്തി കടന്നുവരുന്നത്. ദൈവപുത്രനായി ഭൂമിയിൽ അവതരിച്ച യേശുക്രിസ്തു ഈ ലോകത്ത് നിന്ന് കടന്നു പോകുന്നതിനു മുൻപ് അനുഭവിച്ച പീഡനാനുഭവങ്ങളെ അനുസ്മരിപ്പിക്കുന്നതും പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കുകൊള്ളുന്നതും അനുഗ്രഹദായകമായാണ് ക്രൈസ്തവർ കരുതുന്നത്. യേശുക്രിസ്തുവിന്റെ അന്ത്യനാളുകളെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയ സംഭവങ്ങളുടെ വചനഭാഗങ്ങൾ കേൾക്കുവാനും അവയുടെ വിചിന്തനത്തിനായും അവർ തിരുകർമ്മങ്ങളിൽ വിശ്വാസപൂർവ്വം ഭാഗമാകുന്നു. ജെറുസലേം തനിക്കായി കരുതി വച്ചിരിക്കുന്നത് വേദനയുടെ പാനപാത്രമാണെന്ന് യേശുവിന് വ്യക്തമായി ബോധ്യമുണ്ടായിരുന്നു. പരിഹാസങ്ങളും അവഗണനയും ഒറ്റപ്പെടുത്തലുകളും തൻ്റെ ജീവിതയാത്രയുടെ മുഖമുദ്രകളായി അടയാളപ്പെടുത്തപ്പെടും എന്നതിൻ്റെ അനുഭവം കൂടിയായിരുന്നു ജെറുസലേം യാത്ര. എങ്കിലും വരാനിരിക്കുന്ന തിക്ത അനുഭവങ്ങളെ അവഗണിച്ചുകൊണ്ട് തന്നിൽ ഫലമേൽപ്പിക്കപ്പെട്ട ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തിലേക്കുള്ള മുന്നേറ്റമായിട്ടാണ് യേശു ജെറുസലേം യാത്രയെ ദർശിച്ചത്. തളരാതെയുള്ള ഈ മുന്നേറ്റമാണ് യേശുവിൻ്റെ ജെറുസലേം യാത്രയെ പ്രത്യാശ നിർഭരമാക്കുന്നത്.
പ്രത്യാശ നിറഞ്ഞ ഈ യാത്രയിലൂടെയാണ് ജെറുസലേം പട്ടണം ജീവന്റെ കൂടി ജനനിയായി മാറുന്നത്. ജെറുസലേമിലേക്കുള്ള യാത്ര പ്രത്യാശയുടെ കവാടത്തിലേക്ക് പ്രവേശിക്കാനുള്ള വഴിയാക്കി യേശു മാറ്റുകയാണ്. ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ് പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്കുള്ള പ്രത്യാശ നിറഞ്ഞ കുരിശുയാത്ര. ഈ പ്രത്യാശയെക്കുറിച്ച് എബ്രായരുടെ ലേഖനത്തിൽ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്: യേശു തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അപമാനം വകവയ്ക്കാതെ കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു. ദൈവസിംഹാസനത്തിന്റെ വലത് ഭാഗത്ത് അവിടുന്ന് അവരോധിക്കപ്പെടുകയും ചെയ്തു. അതുകൊണ്ടാണ് യേശുവിന്റെ ജെറുസലേം യാത്രയെ നാം പ്രത്യാശയുടെ തീർത്ഥാടനം എന്ന് വിളിക്കുന്നത്. കുരിശിന്റെ വഴി കല്ലറയിൽ അവസാനിക്കുന്നില്ല. കല്ലറയുടെ ഇരുളിൽ നിന്ന് മഹത്വത്തിന്റെ പ്രകാശത്തിലേക്ക് യേശുവിന്റെ കുരിശ് യാത്ര പ്രവേശിക്കുന്നതിന്റെ അടയാളപ്പെടുത്തൽ കൂടിയാണത്. ഭൂമിക്ക് മേലെ ഉയർത്തപ്പെട്ട കുരിശിൽ നിന്ന് മഹത്വത്തിലേക്കുള്ള ഉയർത്തപ്പെടൽ കൂടിയാണ് കുരിശിന്റെ വഴി. ക്രൂശിതനായ യേശുക്രിസ്തുവിന്റെ രൂപവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ക്രിസ്ത്യാനികൾക്ക് പ്രധാനപ്പെട്ടൊരു ആത്മീയ അനുഷ്ഠാനമാണ്. ഈശോ മിശിഹ കാൽവരിയിൽ അനുഭവിച്ച പീഡയെയും കുരിശുമരണത്തെയും ധ്യാനിക്കുന്നതിലൂടെ വിശ്വാസികൾ പുതിയൊരു ആത്മീയ ഉണർവിലേക്ക് കടക്കുന്നു. ദൈവത്തിന്റെ നിസ്സീമമായ സ്നേഹം അനുഭവിക്കുവാനും പാപങ്ങളെക്കുറിച്ചുള്ള ബോധ്യം ലഭിക്കുവാനും ദൈവത്തോട് കരുണയ്ക്കായി യാചിച്ച് മാനസാന്തരം പ്രാപിക്കുവാനും ജീവിതത്തിലെ സഹനങ്ങളെ ഉൾക്കൊള്ളുവാനും അവയെല്ലാം ക്ഷമയോടെ സഹിക്കുവാനും കുരിശിന്റെ വഴി സഹായിക്കുന്നു. ഗാഗുൽത്ത മലയിൽ നിന്നുള്ള വിലാപത്തിന്റെ മാറ്റൊലിയായി ഭക്തിസാന്ദ്രമായ ക്രിസ്തീയ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടാണ് ക്രൈസ്തവർ ക്രൂശിത രൂപവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയിൽ പങ്കുകൊള്ളുന്നത്. കർത്താവിൻ്റെ സഹനമൊന്നും കുരിശിൽ അവസാനിക്കുന്നതല്ല, അത് ഉയിർപ്പിലാണ് പൂർണ്ണമാകുന്നത്. ഉയിർപ്പിലൂടെ അവിടുന്ന് മരണത്തെ ജയിക്കുന്നു. അവിടുന്ന് സഹനങ്ങൾക്കെല്ലാം അർത്ഥം നൽകുകയാണ്. പ്രത്യാശയുടെ ഒരു അനുഭവമായിട്ട് മാറുകയാണ്. അതിലൂടെ ലോകത്തിന് കർത്താവ് കൊടുക്കുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. നിങ്ങൾ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരിക്കലും നഷ്ടധൈര്യരാകരുത്, നിരാശപ്പെടരുത്. കാരണം ഈ കുരിശ്, നിങ്ങൾ ഏറ്റെടുക്കുന്ന ഈ കുരിശ് ഒരു നാൾ പുഷ്പിക്കും. അത് ഉത്ഥാനത്തിലേക്ക് നയിക്കും. വലിയൊരു പ്രത്യാശയുടെ അനുഭവം നിങ്ങൾക്കുണ്ടാവും. അതുകൊണ്ട് ജീവിതത്തിലെ സഹനങ്ങൾ, വന്നു ചേരുന്ന സഹനങ്ങളാവാം, ഏറ്റെടുക്കുന്ന സഹനങ്ങളാവാം, ഈ സഹനങ്ങളൊക്കെ നഷ്ടധൈര്യരാകാതെ കർത്താവിൻ്റെ കരം പിടിച്ച് ആ സഹനങ്ങളെ നേരിടുക. അങ്ങനെയാകുമ്പോൾ ആ സഹനങ്ങൾ രക്ഷയിലേക്ക് നയിക്കുന്നു. അത് ഉയർപ്പിൻ്റെ വലിയ മഹത്വത്തിലേക്ക് നയിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും ധൈര്യം നൽകുന്ന, പ്രത്യാശ നൽകുന്ന മനോഹരമായ ഒരു ഓർമ്മയാണ് കർത്താവിൻ്റെ കുരിശും കർത്താവിൻ്റെ ഉത്ഥാനവും. നമുക്കറിയാം, മനുഷ്യ നന്മയ്ക്ക് വേണ്ടി കുരിശുകൾ സഹിക്കുന്നവരാരും കുരിശിൽ ഒടുങ്ങിയിട്ടില്ല. അവരെല്ലാം ഇന്നും ജീവിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് നമ്മുടെ കർത്താവ് നമുക്കായിട്ട് കാട്ടിത്തന്നത്. മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി നീ കുരിശുകൾ എടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഈ ലോക ജീവിതത്തിൽ ചിലപ്പോൾ അത് പരാജയമായിട്ടോ വേദനയായിട്ടോ ഒക്കെ തോന്നാം. പക്ഷേ ഉത്ഥാനത്തിലൂടെ നീ അതിനെയെല്ലാം അതിജീവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ മിശിഹായുടെ സഹനങ്ങളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ സ്നേഹം നിറയണം.
ആ സ്നേഹത്തിൽ നിന്നുളവാകുന്ന ധൈര്യം നിറയണം. ആ ധൈര്യം നമുക്ക് പ്രത്യാശയിലേക്ക് നമ്മളെ നയിക്കുന്നു. അങ്ങനെ പ്രത്യാശയിൽ നിറഞ്ഞ മനസ്സുകളോടെ ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ഈ വിശുദ്ധ വാരത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മരണശേഷം കുരിശിൽ നിന്ന് ഇറക്കിയ ഈശോയുടെ മൃതദേഹം സംസ്കരിക്കുവാൻ കൊണ്ടുപോകുന്നതിൻ്റെ പ്രതീകമായി നഗരി കാണിക്കൽ പ്രദക്ഷിണം ദേവാലയങ്ങളിൽ നടന്നുവരുന്നു. യേശുക്രിസ്തുവിനെ പീഡിപ്പിക്കുവാൻ ഉപയോഗിച്ച പീഡനോപകരണങ്ങളുടെ മാതൃകകളും വഹിച്ചുകൊണ്ടുള്ള പരിഹാര പ്രദക്ഷിണത്തിൽ എല്ലാ വിശ്വാസികളും ഭക്ത്യാദരപൂർവ്വം പങ്കെടുക്കുന്നു. പാപങ്ങൾ ഓർത്തുകൊണ്ട് പശ്ചാത്താപ വിവശരായി പ്രാർത്ഥനാ നിരതരായാണ് വിശ്വാസികൾ പ്രദക്ഷിണത്തിൽ പങ്കുകൊള്ളുന്നത്. പ്രത്യേക പ്രാർത്ഥനകൾ ചൊല്ലി വൈദികരുടെ നേതൃത്വത്തിൽ വിപുലവും സുദീർഘവുമായ ആചാര അനുഷ്ഠാനങ്ങളാണ് വിവിധ ദേവാലയങ്ങളിൽ അരങ്ങേറുന്നത്. ഗാഗുൽത്ത മലയുടെ സമീപമുള്ള സ്ഥലത്ത് പുതിയ കല്ലറയിൽ യേശുക്രിസ്തുവിൻ്റെ മൃതദേഹം സംസ്കരിച്ചതിൻ്റെ ഓർമ്മ ആചരിച്ചുകൊണ്ട് ക്രൈസ്തവ ദേവാലയങ്ങളിൽ കബറടക്ക ശുശ്രൂഷയും ദുഃഖവെള്ളിയാഴ്ച നടത്തുന്നു. കുരിശിൽ കിടന്ന് മരണാസന്നമായ യേശുക്രിസ്തു എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവസാന ദാഹജലമായി നൽകിയ കയ്പുനീരിൻ്റെ ഓർമ്മയ്ക്കായി ക്രൈസ്തവ ദേവാലയങ്ങളിൽ കയ്പുനീര് നൽകുന്ന പതിവും നിലവിലുണ്ട്. യേശുവിൻ്റെ പീഡന അനുഭവങ്ങളിലുള്ള പങ്കുചേരലായിട്ടാണ് വിശ്വാസികൾ ഇതിനെ കാണുന്നത്. ദുഃഖവെള്ളിയാഴ്ച ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുന്ന രീതി കേരളത്തിലെ ക്രിസ്ത്യൻ ഭവനങ്ങളിൽ ഉണ്ട്. പ്രഭാത ഭക്ഷണം ഉപേക്ഷിച്ച് പള്ളികളിൽ എത്തുന്ന വിശ്വാസികൾക്ക് ഉച്ചഭക്ഷണമായി പഷ്ണിക്കഞ്ഞി നൽകുന്ന രീതി കേരളത്തിലെ ക്രൈസ്തവ ദേവാലയങ്ങളിലുണ്ട്. മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷം ഭവനങ്ങളിൽ നൽകുന്ന ലളിതമായ ഭക്ഷണത്തെ അനുസ്മരിച്ചാണിത്. കഞ്ഞിയും പയറും പോലുള്ള ലഘുഭക്ഷണമാണ് ഇങ്ങനെ വിളമ്പുന്നത്. മനുഷ്യരാശിയുടെ വിമോചനത്തിനായി മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരമായി സ്വയം അർപ്പിക്കപ്പെട്ട ഒരു ബലിയായി യേശുക്രിസ്തു കാൽവരിയിൽ മരിച്ച ദുഃഖസ്മരണകൾ പേറിക്കൊണ്ടാണ് ദുഃഖവെള്ളിയാഴ്ചയ്ക്ക് ശേഷമുള്ള ദുഃഖശനിയാഴ്ച ദിനം കടന്നുവരുന്നത്. ദുഃഖശനിയാഴ്ചയിലെ ക്രിസ്ത്യൻ ദേവാലയങ്ങളിലെ പ്രധാന ചടങ്ങാണ് പുത്തൻ തീ, പുത്തൻ വെള്ളം എന്നിവയുടെ ആശീർവദിക്കൽ. പഴയകാല രീതികൾ അനുസരിച്ച് ക്രൈസ്തവർ മാമോദിസ നടത്തിയിരുന്നത് ദുഃഖവെള്ളിയാഴ്ചയും ഉയർപ്പ് ഞായറാഴ്ചയ്ക്കുമിടയിലുള്ള ശനിയാഴ്ചകളിലായിരുന്നു. അതിൻ്റെ ഓർമ്മകൾ നിലനിർത്തി മാമോദിസയ്ക്ക് ഉപയോഗിക്കുന്ന വിശുദ്ധ ജലമായ പുത്തൻ വെള്ളം ദുഃഖശനിയാഴ്ചയാണ് വൈദികർ ആശീർവദിക്കുന്നത്. ഞങ്ങൾക്ക് ലഭിച്ച വിശ്വാസം അഭംഗുരം പാലിച്ച് നിത്യസൗഭാഗ്യത്തിന് അർഹരാകുവാനും ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.
എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ലെന്ന് അരുളി ചെയ്ത മിശിഹ അന്ധകാരം നീക്കി നമ്മെ പ്രകാശിപ്പിക്കട്ടെ. ലോകത്തിന്റെ പുതിയ പ്രകാശമായ മിശിഹായെ അനുസ്മരിച്ചുകൊണ്ട് പുത്തൻ തീ എന്ന തിരിതെളിയിക്കൽ കർമ്മവും ആശീർവാദവും ദുഃഖ ശനിയാഴ്ച വൈകുന്നേരം ദേവാലയങ്ങളിൽ അരങ്ങേറുന്നു. മനുഷ്യരാശിയുടെ പ്രത്യാശയുടെ പൊൻപുലരിയായിട്ടാണ് ഈസ്റ്റർ ദിനം കടന്നെത്തുന്നത്. ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ തിരുനാളാണ് ഉയർപ്പ് തിരുനാൾ എന്ന ഈസ്റ്റർ. മരണത്തെ കീഴടക്കിയ യേശുക്രിസ്തുവിൻ്റെ 3-ാം നാളിലെ ഉത്ഥാനമാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. അതിൻ്റെ ആചരണമാണ് ഈസ്റ്റർ എന്ന ഉയർപ്പ് തിരുനാൾ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായി നിർഭയം നമുക്ക് ഏറ്റുപാടാം. മരണത്തെ മരണം കൊണ്ട് കീഴടക്കിയ മിശിഹായുടെ ഉത്ഥാനമല്ല, മറിച്ച് മരണത്തെ മരണാനന്തര ജീവിതം കൊണ്ട് കീഴടക്കിയ മിശിഹായുടെ ഉത്ഥാനത്തെയാണ് ക്രൈസ്തവർ ആഘോഷിക്കുന്നത്. ലോകമെങ്ങുമുള്ള ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഈസ്റ്റർ ദിനം അതിവിപുലമായ ആചാര അനുഷ്ഠാനങ്ങളിലൂടെയാണ് ആഘോഷിക്കുന്നത്. രാത്രിയുടെ അന്ത്യയാമങ്ങളിലുള്ള യേശുക്രിസ്തുവിൻ്റെ ഉയിർത്തെഴുന്നേൽപ്പിനെ അനുസ്മരിച്ചുകൊണ്ട് പാതിര കുർബാനയും വിവിധ കർമ്മങ്ങളും ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ അരങ്ങേറുന്നു. ഉത്ഥിതനായ യേശുക്രിസ്തുവിൻ്റെ മരണത്തിനു മേലുള്ള വിജയം വിളംബരം ചെയ്തുകൊണ്ട് വിശ്വാസികൾ പ്രദക്ഷിണമായി ദേവാലയത്തിന് വലം വയ്ക്കും. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ മൂലക്കല്ലായ യേശുക്രിസ്തുവിൻ്റെ ഉയിർത്തെഴുന്നേൽപ്പിൻ്റെ വിശ്വാസ പ്രഖ്യാപനവുമായി തെളിഞ്ഞ ദീപം കയ്യിലേന്തിയാണ് വിശ്വാസികൾ പ്രദക്ഷിണത്തിൽ പങ്കുകൊള്ളുന്നത്. മെഴുകുതിരികൾ കയ്യിലേന്തി മരണത്തിന് മേലുള്ള യേശുവിൻ്റെ വിജയം ഒരു വിശ്വാസ സത്യമായി അവർ ഉദ്ഘോഷിക്കുന്നു. ലോകരക്ഷയ്ക്കായി മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ പാത പിന്തുടരുമെന്ന വിശ്വാസ പ്രഖ്യാപനം അവർ പുതുക്കി. സത്യക്രിസ്ത്യാനികളും ഉത്തമ മനുഷ്യരുമായി
യേശുക്രിസ്തുവിൻ്റെ സ്നേഹ സന്ദേശം ലോകത്തിൽ പ്രഘോഷിക്കുമെന്ന പ്രഖ്യാപനമാണത്. അൻപത് ദിവസത്തെ നോമ്പിൻ്റെയും പ്രാർത്ഥനയുടെയും പരിസമാപ്തിയായ ഈസ്റ്റർ ദിനം സന്തോഷത്തിൻ്റെയും ഉത്സാഹത്തിൻ്റെയും ദിനങ്ങൾ കൂടിയാണ്. ബന്ധുമിത്രാദികളുടെ ഒത്തുചേരലും കുടുംബങ്ങളുടെ കൂട്ടായ്മയും ഈസ്റ്റർ ദിനത്തിലെ സാധാരണ കാഴ്ചയാണ്. മത്സ്യമാംസാദികൾ വെടിഞ്ഞുള്ള നോമ്പിന്റെ സമാപനം വിഭവസമൃദ്ധമായ ഈസ്റ്റർ വിരുന്നാണ്. വിദേശ രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട ഈസ്റ്റർ എഗ് നമ്മുടെ നാട്ടിലും ഇന്ന് സാധാരണമാണ്. പല നിറത്തിൽ ചിത്രം വരച്ച വർണ്ണാഭമായ ഈസ്റ്റർ മുട്ടകൾ കുട്ടികൾക്ക് കൗതുകമാണ്. പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും നോമ്പ് ദിനങ്ങളിലെ അന്ത്യനാളിലെത്തുന്ന ഈസ്റ്റർ സ്നേഹത്തിൻ്റെ ഉത്സവം കൂടിയാണ്. മാതാപിതാക്കളെ സന്ദർശിക്കുവാനും ബന്ധുഭവനങ്ങളിൽ പോകുവാനുമുള്ള സന്ദർഭമാണിത്. വിവിധ സ്ഥലങ്ങളിലുള്ള സഹോദരങ്ങളുടെയും ബന്ധുക്കളുടെയും കുട്ടികളുടെയും ഒക്കെ കൂടിച്ചേരൽ സന്തോഷപ്രദമായ അനുഭവങ്ങൾ സമ്മാനിക്കുന്നു. അവിടുത്തെ സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും കരുതലിൻ്റെയും നിത്യമായ സ്നേഹത്തിൻ്റെയും മനുഷ്യന് നൽകുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്ന മഹത്വത്തിൻ്റെയും അടയാളമാണ് യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ്. ഭയത്തിൻ്റെ കല്ലറ മാറി സമാധാനത്തിൻ്റെ പ്രഭാത കിരണങ്ങൾ അവിടെ ശക്തമായി വ്യാപരിക്കുകയാണ്. ഭയത്തിൻ്റെ കല്ലറയിൽ നിന്ന് സമാധാനത്തിൻ്റെ തുറമുഖം കാണുകയാണ്. മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ ദൈവബന്ധത്തിലേക്കുള്ള വഴികൾ തുറക്കുകയാണ്. പിതാവും ഞാനും ഒന്നായിരിക്കുന്നുവെന്ന യേശു ക്രിസ്തുവിൻ്റെ പഠനം, പ്രബോധനം, അരുളപ്പാട് ഒരു കാര്യം നമ്മെ ഉറപ്പിക്കുന്നതിനാണ്. നിങ്ങൾ ദൈവത്തെ അന്വേഷിച്ച് നടക്കേണ്ടതില്ല. എന്നെ കാണുന്നവൻ ദൈവത്തെ കാണുന്നു, പിതാവിനെ കാണുന്നു. നിങ്ങളെല്ലാവരെയും സർവശക്തൻ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് സന്തോഷപൂർവ്വം ഹാപ്പി ഈസ്റ്റർ. ഗോഡ് ബ്ലെസ് യു ഓൾ. മനുഷ്യരുടെ പാപങ്ങൾ ഏറ്റുവാങ്ങി സ്വയം പരിത്യജിച്ച് പാടുപീഡകൾ സഹിച്ച് കുരിശിലേന്തി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്ന ക്രൈസ്തവരുടെ വിശ്വാസ സാക്ഷ്യ പ്രഖ്യാപനം കൂടിയാണ് ഓരോ ഈസ്റ്റർ ദിനവും. വിഭൂതി ദിനത്തിൽ നെറ്റിയിൽ കരികൊണ്ട് കുരിശു വരച്ച് ആരംഭിച്ച നോമ്പുകാല ആത്മസമർപ്പണത്തിന്റെ നാളുകളിലൂടെ ജീവിത നവീകരണത്തിനാണ് വിശുദ്ധവാര കർമ്മങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. ജെറുസലേം നഗര കവാടത്തിലേക്ക് ഒരു ജേതാവിനെ പോലെ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച ഓശാന ദിനത്തിന്റെ ഓർമ്മ പുതുക്കുന്ന പ്രദക്ഷിണത്തിന് ശേഷം ദേവാലയത്തിന്റെ ആനവാതിലിൽ മുട്ടിവിളിക്കുന്ന ദൈവജനത്തിന്റെ മനസ്സിന്റെ കവാടങ്ങളാണ് ദൈവത്തിങ്കിലേക്ക് തുറക്കുന്നത്. ശക്തനുമായ കർത്താവ് തന്നെ, വാതിലുകളെ ശിരസ്സുയർത്തുവിൻ, നിത്യകവാടങ്ങളെ തുറക്കുവിൻ, മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു. വിശുദ്ധവാരത്തിലെ പെസഹ ജാഗരണ കർമ്മങ്ങളിലൂടെ പുതിയ മനുഷ്യരായി മാറി ഉത്ഥിതനായ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാനും മിശിഹായുടെ രക്ഷാകര പദ്ധതിയിൽ ഭാഗമാക്കുവാനുമാണ് ഈസ്റ്റർ വിശ്വാസികളെ ഉദ്ബോധിപ്പിക്കുന്നത്. കഠിനഹൃദയരെ ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാരാക്കുവാനാണ് ദൈവപുത്രൻ ഭൂമിയിൽ അവതരിച്ചത്. നീതിക്ക് വേണ്ടി വിശന്നും ദാഹിച്ചും നിത്യരക്ഷയുടെ അടയാളമായി യേശുക്രിസ്തു ഇന്നും മനുഷ്യ മനസ്സുകളിൽ ജീവിക്കുന്നു. കുരിശും മുൾക്കിരീടവും ആണിപ്പഴുതുള്ള ആ കരങ്ങളും മനുഷ്യവർഗത്തിൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നു. അവർക്ക് പ്രത്യാശയായി, പ്രത്യാശയുടെ പ്രഭാതമായി.